നിങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള ഒരു തരം മൂവിയുടെ കഥ തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതെ, നിധിവേട്ട. അങ്ങ് ആഫ്രിക്കയിലെ കോങ്കോ വനം എന്നൊരു സ്ഥലമുണ്ട്. വളരെ പുരാതനമായിട്ടുള്ള ഒരു നഗരം അവിടെ ഉണ്ട് എന്ന് കഥകളിലൊക്കെ പറയുന്നുണ്ട്. ലോസ്റ്റ് സിറ്റി ഓഫ് സെയിൻ. പണ്ടുണ്ടായിരുന്ന ഏതോ ഒരു സോളമൻ രാജാവ് ഉണ്ടാക്കിയിട്ടാന്നൊക്കെയാ പറയുന്നത്. അപ്പൊ ആ ഒരു കഥയും കേട്ടുകൊണ്ട് കുറച്ചാളുകള് ഒരു പര്യവേഷണത്തിന് കുറച്ച് നിധിയൊക്കെ എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ആ കൂട്ടത്തിലെ പല ആൾക്കാർക്കും പല ഉദ്ദേശങ്ങളാണ് കേട്ടോ. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ എത്തിയപ്പോ അവർക്ക് എന്താ കിട്ടിയത്? അവിടെ ശരിക്കും എന്താ ഉണ്ടായിരുന്നത്? കഥകളിലെല്ലാം പറയുന്നത് പോലെ ശരിക്കും അവിടെ നിധി മാത്രമല്ല, ഓരോ കാൽപ്പാടിലും മറഞ്ഞു കിടക്കുന്ന മരണം കൂടെ ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്കാണ് ഇവരെല്ലാവരും പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോവല്ലേ, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ആഫ്രിക്കയിലെ കോങ്കോ വനം കാണിക്കുകയാണ്. ആ വനത്തിന്റെ പല ഭാഗത്തായിട്ട് പലതരത്തിലുള്ള പല മൃഗങ്ങളും ഉണ്ട്. ഇതിനരികിലായിട്ട് തന്നെ ഒരു ചെറിയ ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലേക്ക് ഒന്ന് രണ്ട് ജീപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്നുള്ള കുറച്ച് സയന്റിസ്റ്റുകളും അതുപോലെ തന്നെ ഒരു വലിയ കമ്പനിയുടെ ഭാഗമായിട്ട് ഒരു ചെറിയ മിഷൻ വന്നതാണ് ഇവരെല്ലാവരും. ആ കമ്പനിയുടെ പേരാണ് ട്രാവിക്കോ. ടെക്സാസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. എന്തായാലും ആ കമ്പനിയിൽ നിന്ന് വന്ന ആൾക്കാർ താൽക്കാലികമായിട്ട് ഒരു ടെന്റ് അടിക്കുന്നുണ്ട്. ഇതിനുശേഷം വിശ്രമെല്ലാം കഴിഞ്ഞ് അവര് വലിയൊരു ട്രക്കിങ്ങിന് പോവാണ്, വലിയൊരു മലയുടെ മുകളിലേക്ക്. അങ്ങനെ ആ സ്ഥലത്തേക്ക് ഇവരെത്തിക്കഴിഞ്ഞപ്പോ ടീം ലീഡർ ആയിട്ടുള്ള ചാൾസ് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ എക്യുപ്മെന്റ്സും അവിടെ റെഡിയാക്കി വെച്ച് ഈ ഒരു കമ്പനി ഉണ്ടല്ലോ ട്രാവിക്കോ, ആ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സാറ്റലൈറ്റ്, ആ സാറ്റലൈറ്റുമായിട്ട് ഇവിടെയുള്ള ഡിവൈസുകൾ കണക്ട് ചെയ്യാണ്. അതോടുകൂടിയിട്ട് ഈ കൊടും വനത്തിൽ വെച്ച് ഇവർക്ക് ഇവരുടെ കമ്പനിയുമായിട്ട് നേരിട്ട് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. വീഡിയോ കോൾ ചെയ്യുന്നത് ടീം ലീഡർ ആയിട്ടുള്ള ചാൾസ് തന്നെയാണ്. അതുപോലെ തന്നെ ടെക്സാസിൽ നിന്നും ഇവരുടെ കമ്പനിയിലെ മറ്റൊരു സയന്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ കാരൻ റോസ് ആണ് അവൻ ചെയ്ത ആ ഒരു കോള് റിസീവ് ആക്കുന്നത്. ഈ കാരൻ റോസ് തന്നെയാണ് ചാൾസിനെ കെട്ടാൻ പോകുന്നത് കേട്ടോ. അതായത് രണ്ടുപേരും കമ്മിറ്റഡ് ആണ്. എന്തായാലും അവന്റെ ഭാഗത്തുനിന്ന് ആ ഒരു കോള് വന്നപ്പോ തന്നെ കാരൻ റോസ് അവൾക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. കമ്പനി എല്ലാവരും ഈ ഒരു വിവരം അറിയിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ വിഷ്വൽസ് ഒന്നും അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല, വല്ലാണ്ട് ഷെയ്ക്ക് ആവുകയാണ്. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചപ്പോ ഈ വലിയ മലയുടെ അപ്പുറത്തായിട്ട് മറ്റൊരു വലിയ മലയുണ്ട്. അത് സാധാരണ മലയല്ല, അതൊരു അഗ്നി പർവ്വതമാണ്. ഇടക്കിടക്ക് അതിനുള്ളിൽ ഒരു പൊട്ടലൊക്കെ ഉണ്ടാവും. അപ്പോഴാണ് ഇവിടെ ചെറിയ രീതിയിലുള്ള ഭൂമി കുലുക്കം അനുഭവപ്പെടുന്നത്. എന്തായാലും എന്തിനാണോ അവർ ഇങ്ങോട്ടേക്ക് വന്നത് അതിന്റെ ചെറിയൊരു കാര്യം കണ്ടുപിടിച്ചു എന്ന് ചാൾസ് പറയണ. എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ചാൾസ് അത് കാണിച്ചു കൊടുക്കാണ്. ഒരു നീല നിറത്തിലുള്ള ഡയമണ്ട്, ഒരു ചെറിയ പീസാണ്. അത് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മെഷീനിലിട്ട് അതൊന്ന് ലോഡ് ചെയ്ത് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന പ്ലാന്റിനെ ഷൂട്ട് ചെയ്തപ്പോ പവർഫുൾ ആയിട്ടുള്ള ഒരു ലേസർ ബീം പോയിട്ട് ആ ചെടിയെ തന്നെ കരിച്ചു കളയാണ്. അതായത് ലോകത്തിന്നേ വരെ ആരും കണ്ടുപിടിക്കാത്ത പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പൺ ആണ് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ആ വെപ്പൺ അത് ആക്റ്റീവ് ആക്കാൻ വേണ്ടത് ഈ ഒരു ബ്ലൂ ഡയമണ്ട് ആണ്. ഈ കണ്ടുപിടുത്തത്തിലൂടെ ഈ ഒരു കമ്പനി ഉണ്ടല്ലോ ട്രാവിക്കോ, അത് വേറെ ലെവലിലേക്ക് തന്നെ ആകാൻ വേണ്ടി പോവാണ്. എന്നാൽ ഇതേ നേരം തന്നെ ചാൾസിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ വന്നിട്ട് ചാൾസിനെ വിളിച്ചിട്ട് പറയുന്നത്, സാറേ ഒന്നിങ്ങോട്ടേക്ക് വാ, ഒരു കാര്യം കാണിച്ചു തരാം. അങ്ങനെ ചെറിയൊരു വെള്ളക്കെട്ടിനടുത്തേക്ക് ചാൾസിനെ അയാളെ കൊണ്ടുപോവാണ്. അയാൾ ആ ഒരു വെള്ളക്കെട്ടിന്റെ ഉള്ളിലേക്ക് ചാടി എന്നിട്ട് ചാൾസിനോടും കൂടെ ചാടാൻ പറയാണ്. അങ്ങനെ അതിനടിയിലൂടെ മറ്റൊരു ഭാഗത്തേക്ക് ഇവർ ചെന്ന് നോക്കുമ്പോൾ വിശാലമായി കിടക്കുന്ന ഒരു വലിയ ഹാള്. പുരാതനമായിട്ടുള്ള എന്തോ ഒരു നിർമ്മിതിയാണ്, പണ്ട് ഏതോ ഒരു രാജാവ് ഉണ്ടാക്കിയിട്ടതാ തോന്നുന്നു. എന്തായാലും അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ എവിടെയും കാണാനുണ്ട്. എന്തായാലും വളരെ അത്ഭുതത്തോടു കൂടിയിട്ട് രണ്ടുപേരും വിശാലമായി കിടക്കുന്ന ആ സ്ഥലം നോക്കുകയാണ്. ഇതിനുശേഷം അതിലൂടെ അവർ നടക്കുന്ന സമയത്ത് മറ്റൊരു ചെറിയൊരു ഉള്ളിലേക്ക് പോകാനുള്ള ഒരു വഴി ചാൾസിന്റെ അസിസ്റ്റന്റ് കാണുകയാണ്. സാറേ നമുക്ക് എന്തായാലും അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ, ആദ്യം ഞാൻ പോവാ, എന്നിട്ട് ഞാൻ വിളിക്കുമ്പോ സാറ് വന്നാ മതി എന്ന് പറയാണ്. അങ്ങനെ ആദ്യം അവൻ അതിന്റെ ഉള്ളിലേക്ക് കടന്നുപോയി. കുറച്ചേരം കഴിഞ്ഞിട്ടും അവന്റെ വിളിയൊന്നും കേൾക്കുന്നില്ല. ഇവനിത് എവിടെ പോയി? കാത്തിരുന്ന് അക്ഷമനായിട്ട് കുറച്ചേരം ചാൾസ് അവിടെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ചാൾസിന്റെ അരികിലേക്ക് ഒരു കല്ല് വന്ന് വീഴുന്നുണ്ട്. ഇതിപ്പോ എന്താ വ്യത്യസ്തമായിട്ടുള്ള ഒരു കല്ലാണല്ലോ എന്ന് കരുതിയിട്ട് കല്ലെടുത്ത് നോക്കുമ്പോ അത് കല്ലായിരുന്നില്ല, കണ്ണായിരുന്നു. ആ സാധനം കയ്യിൽ കിട്ടിയ പാട് തന്നെ ചാൾസ് ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇപ്പൊ കയറിപ്പോയില്ല ഒരുതൻ, അവന്റെ കണ്ണാണിത്. മാത്രല്ല ഉള്ളിൽ നിന്നും ചില ശബ്ദങ്ങളും ഇവര് കേൾക്കുന്നുണ്ട്. ആകെ ഭയന്ന് വിറച്ചുകൊണ്ട് ചാൾസ് പിന്നിലേക്ക് നോക്കിയപ്പോ അതിഭീകരമായിട്ടുള്ള എന്തോ ഒരു കാര്യം അവൻ കാണുന്നുണ്ട്. എന്താണെന്ന് നമ്മളെ കാണിക്കുന്നില്ല. ഭയന്നുകൊണ്ട് ചാൾസ് നിലവിളിക്കുകയാണ്. അവിടെ സീൻ കട്ടായി. അതിനുശേഷം
അതിനുശേഷം കാണിക്കുന്നത് ടെക്സാസിലെ ആ കമ്പനിയാണ്, അതായത് ട്രാവിക്കോ. ആഫ്രിക്കയിലേക്ക് പോയ ഇവരുടെ ആ ഒരു ടീം ബ്ലൂ ഡയമണ്ട് കണ്ടുപിടിച്ചു എന്ന വാർത്ത അറിഞ്ഞിട്ടാണ് സന്തോഷത്തോടു കൂടിയിട്ട് ഇതിന്റെ മുതലാളിയായിട്ടുള്ള ട്രാവിസ് അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ ഇയാൾ വന്നതിന് ശേഷം ആഫ്രിക്കയിലേക്ക് പോയ ചാൾസിന്റെ ആ ഒരു ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല. കുറെ നേരം അക്ഷമനായിട്ട് ഇയാൾ കാത്തിരിക്കുകയാണ്. പിന്നീട് ഇവരുടെ കമ്പനിയുടെ തന്നെ ഒരു സാറ്റലൈറ്റ് അങ്ങ് ആകാശത്തിലുണ്ടല്ലോ, ആ സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചാൾസും അവന്റെ ടീമും അവിടെ വെച്ചിരുന്ന ആ ഒരു ക്യാമറ ഉണ്ടല്ലോ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവർക്ക് ഇവിടെ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആ ക്യാമറയുടെ വിഷ്വലിലൂടെ ഇവർ നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇവരുടെ ടീമിലെ ഒരാൾ പോലും ജീവനോടെയില്ല, എല്ലാവരും മരിച്ചു കിടക്കുകയാണ്. അതേ നിമിഷം തന്നെ മിന്നൽ വേഗത്തിൽ എന്തോ ഒന്ന് വന്ന് ആ ക്യാമറ കിട്ട ഒരൊറ്റ അടിയാണ്. എന്താണെന്ന് ഇവർക്ക് കാണാൻ പറ്റിയില്ല. അതോടുകൂടിയിട്ട് ട്രാവിസിന് ഒരു കാര്യം മനസ്സിലായി, ഇത്രയും പണം മുടക്കി ഒരു ടീമിനെ അങ്ങോട്ടേക്ക് അയച്ചിട്ട് മിഷൻ ഫെയിലായി. ആകെ ഭ്രാന്ത് പിടിച്ച ഈ മനുഷ്യരാണെങ്കിൽ അവിടുത്തെ കമ്പ്യൂട്ടറൊക്കെ ആകെ തല്ലി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അയാൾക്കൊരു ബുദ്ധി തോന്നി, അല്ല ഡോക്ടർ കാരൻ റോസ്, നിങ്ങളുടെയും അതുപോലെ തന്നെ അങ്ങോട്ടേ പോയ ആ ഒരു ചാൾസിന്റെയും എൻഗേജ്മെന്റ് കഴിഞ്ഞതല്ലേ, വിവാഹം കഴിഞ്ഞില്ലല്ലോ. എന്തായാലും ഫീൽഡിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് നിനക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ നിനക്ക് നല്ലൊരു ടീമിനെ തരാം, നീ ഒന്ന് അങ്ങോട്ട് പോയി നോക്ക് എന്താ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി. ആ സമയത്ത് റോസ് ഒരു കാര്യം പറയുന്നുണ്ട്, സാറേ ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാണ്, അവിടെ പോയി വളരെയധികം റിസ്ക് എടുത്തുകൊണ്ട് ജീവൻ പണയം വെച്ച് ആ ഒരു ബ്ലൂ ഡയമണ്ട് എടുക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. പക്ഷെ അങ്ങോട്ടേക്ക് പോയിട്ട് ചാൾസിനും അവന്റെ ടീമിനും എന്ത് സംഭവിച്ചു അതറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ടേക്ക് പോവാം. ഇതിൽ കൂടുതലായിട്ടൊന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത് എന്ന് പറയണം. അത് കുഴപ്പമൊന്നുമില്ല, നീ എന്തായാലും അങ്ങോട്ടേക്ക് പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് അവൾക്ക് നല്ലൊരു ടീമിനെ കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം ഇവിടെ സീൻ കട്ടായിട്ട് കാലിഫോർണിയയിൽ കാണിക്കുകയാണ്. അവിടെ തന്നെ ഒരു സൂ ഉണ്ട്. ആ സൂവില് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗൊറില്ലയുണ്ട്, പെൺഗൊറില്ലയാണ്. അവളുടെ പേര് എമി എന്നാണ്. അവളുടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ബക്കി എന്നൊരാളാണ് കേട്ടോ. അതേ സമയത്ത് തന്നെ ഫ്രെഡി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ചെറുപ്പക്കാരൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഫ്രെഡിയെ കണ്ടപാട് തന്നെ എമി എന്ന ഈ ഗോറിൽ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. കാരണം അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ഫ്രെഡിയാണ്. അവളെ വായിക്കാൻ പഠിപ്പിച്ചതും മനുഷ്യരുടെ ആ ഒരു ലാംഗ്വേജ് ഒരു പരിധി വരെ പഠിപ്പിച്ചു കൊടുത്തതും എല്ലാം ഈ ഒരു ഫ്രെഡി തന്നെയാണ്. ഈ ഫ്രെഡിയോട് വല്ലാത്തൊരു സ്നേഹം തന്നെ എമിക്ക് ഉണ്ട് കേട്ടോ. അതുപോലെ ഈ എമി ആണെങ്കിൽ അവളുടെ കയ്യിൽ കളർ പെയിന്റും കാര്യങ്ങളൊക്കെ കിട്ടിയാല് എപ്പോഴും ഒരു പച്ച കളറും കുറെ മരങ്ങളും അതുപോലെ തന്നെ ഒരു കണ്ണിന്റെ ചിത്രം അങ്ങനെ വരച്ചു വെക്കും. എന്തായാലും ഇതിനുശേഷം വലിയൊരു സ്റ്റേജിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രെഡിയെ കാണിക്കുകയാണ്. അതായത് കയ്യനും കാലിനും സ്വാധീനം ഇല്ലാത്ത ആൾക്കാർക്കായിട്ട് എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മിഷീൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ ഡെമോ കാണിച്ചു കൊടുക്കുന്നത് തന്നെ ആ ഒരു മിഷീൻ നമ്മുടെ എമിയുടെ ദേഹത്ത് വെച്ച് കെട്ടിയിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ചും അത് കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാവർക്കും വളരെയധികം ഇംപ്രസ് ആവുന്നുണ്ട്. മാത്രല്ല ആ ഇരിക്കുന്ന ആൾക്കാരെല്ലാം നല്ല പൈസക്കാരാണ്. ആ കൂട്ടത്തിൽ ഒരാളുണ്ട്, അയാളുടെ പേരാണ് ഹൊമോക്ക. ഇയാളെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല, എന്നിരുന്നാലും ആള് നല്ലൊരു സമ്പന്നനാണ്. ഈ എമി എന്ന ആ ഒരു കുരങ്ങുമായിട്ട് ഓരോ കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ ഫ്രെഡി കാണിക്കുന്നില്ലേ, ഇതേ നേരം തന്നെ ഈ ഹൊമോക്ക ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മോതിരം എടുക്കുകയാണ്. ആ മോതിരത്തിന്റെ മുകളിലും ഒരു കണ്ണിന്റെ ചിഹ്നം ഉണ്ടായിരുന്നു. ഇതേ ചിത്രം തന്നെയാണ് നമ്മുടെ എമി എപ്പോഴും അവൾക്ക് പെയിന്റ് കിട്ടിയാൽ ചുമരിൽ അങ്ങനെ വരച്ചു വെക്കുക. എന്തായാലും ആ ഒരു മീറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫ്രെഡി ഇപ്പോ അവന്റെ പ്രൊഫസറെ കാണാൻ വേണ്ടി പോവാണ്. അതായത് കൂടുതൽ ഗൊറില്ലകളെ കുറിച്ച് പഠിക്കാനായിട്ട് എമിയും കൂട്ടി നേരെ കോങ്കോ വനത്തിലേക്ക് പോകണം എന്ന് ഫ്രെഡിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ പ്രൊഫസറിന് അത്രയും ഫണ്ടൊന്നും കൊടുക്കാൻ പറ്റില്ല, അത്രയും സാമ്പത്തിക ശേഷി ഇല്ല. ഈ കാര്യം ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഹൊമോക്ക വരികയാണ്. ഹൊമോക്ക പറയാണ്, എത്രയായാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഈ റിസർച്ചിന് വേണ്ടിയിട്ട് ഞാൻ ഫണ്ട് തരാന്ന് പറയണം. ഇതുപോലെയുള്ള പല ഗവേഷണങ്ങൾക്കും ഞാൻ ഫണ്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പൈസയുടെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ടെന്ന് പറയാണ്. എന്നാൽ ഈ ഹൊമോക്കയ്ക്ക് എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ട്. എന്നാൽ ഫണ്ട് കിട്ടുമെന്ന് അറിഞ്ഞപ്പോ നമ്മുടെ ഫ്രെഡി അതുപോലെ തന്നെ കൂട്ടുകാരനായിട്ടുള്ള ബക്കി രണ്ടുപേരും ഹാപ്പി ആവാണ്. മാത്രല്ല നമ്മുടെ എമിയും കൂട്ടി നേരെ ഇവര് കോങ്കോയിലേക്ക് പോവാൻ നിൽക്കുകയാണ്. അതായത് ആഫ്രിക്കൻ വനം. സ്പെഷ്യൽ ആയിട്ട് ആഫ്രിക്കയിലേക്ക് പോവാനായിട്ട് ഇവർക്കൊരു ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് നമ്മുടെ ഡോക്ടർ കാരൻ റോസും ഓടി വരികയാണ്. അതായത് അവൾക്കും അതേ സ്ഥലത്തേക്ക് തന്നെയല്ലേ പോകേണ്ടത്, അവളെയും കൂടെ കൂട്ടുമെന്ന് അപ്രൂവൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവൾക്കും കൂടെ പോവാൻ വേണ്ടി പെർമിഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ നേരെ ആഫ്രിക്കയിലെ കോങ്കോ വനത്തിലേക്ക് പോവാണ്. എന്നാൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയതിനു ശേഷം എന്താണെന്ന് അറിയില്ല, നമ്മുടെ എമിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട്. അവൾ ആദ്യമായിട്ടാണ് ഇതുപോലെ ഫ്ലൈറ്റിലേക്ക് കയറുന്നതൊക്കെ. എന്തായാലും അടുത്ത് വെച്ച ഒരു കുപ്പിയും ചൂണ്ടി അതിലെ വെള്ളം വേണമെന്ന് അവള് പറയുന്നുണ്ട് കേട്ടോ. മറ്റൊന്നുമല്ല, വോഡ്ക തന്നെയാണ്. അങ്ങനെ ചെറിയൊരു ഗ്ലാസ്സിൽ വോഡ്ക എമിക്ക് കൊടുക്കണം കേട്ടോ. അത് നന്നായിട്ടൊന്ന് അടിച്ച് വീശിയതിനു ശേഷം അവള് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. അങ്ങനെ അധികം വൈകാതെ ഇവര് ആഫ്രിക്കയിൽ എത്തുന്നുണ്ട്. അവിടെ ലാൻഡായി. പിന്നീട് ഫ്ലൈറ്റിൽ നിന്ന്
നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ഡോക്ടർ ക്യാരനെ കൂട്ടാനായിട്ട് കമ്പനി റെഡിയാക്കി കൊടുത്ത ഒരാൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ആ പൂക്കൾ ഷർട്ട് ഇട്ട ആളുണ്ടല്ലോ, അയാള് തന്നെ. അതുപോലെ തന്നെ ആഫ്രിക്കയിൽ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനായിട്ട് മറ്റൊരാളെ കൂടെ കമ്പനിയെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അയാളുടെ പേരാണ് ക്യാപ്റ്റൻ മെൻറോ കെല്ലി. അപ്പൊ മെൻറോ കെല്ലി വന്ന പാടിന് ഒരു കാര്യം പറയുന്നുണ്ട്, ഇവിടെ അത്ര സേഫ് അല്ല, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണമെന്ന്. കാരണം ആഫ്രിക്ക അത്രയൊക്കെ തന്നെ ഉള്ളൂ. പറഞ്ഞു തീർന്നില്ല, അധികം വൈകാതെ തന്നെ അവിടെ ഒരു ബ്ലാസ്റ്റ് നടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു ട്രക്കുമായിട്ട് ഇവരവിടുന്ന് സ്ഥലം വിട്ടു പോകണം. അങ്ങനെ പോകുന്ന സമയത്ത് ഈ ക്യാപ്റ്റൻ മെൻറോ കെല്ലി ഉണ്ടല്ലോ, നമ്മുടെ ഹൊമോക്കയെ നോക്കിയിട്ട് നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ മനുഷ്യ, നല്ല കണ്ടു മറന്ന ഒരു ഫേസ് ആണ്. ഈ സമയത്ത് ഹൊമോക്ക പറയാണ്, തീർച്ചയായും കണ്ടിട്ടുണ്ടാവും, കാരണം ഞാൻ ലോകം മുഴുവൻ ചുറ്റുന്ന ഒരു വലിയ പണക്കാരനാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ പല സ്ഥലത്തും വെച്ച് കണ്ടിട്ടുണ്ടാകാം. അപ്പൊ ക്യാപ്റ്റൻ മെൻറോ കെല്ലി പറയാണ്, ആ മിക്കവാറും പണക്കാരനായ ആളല്ലേ, കണ്ടിട്ടുണ്ടാവാം. പിന്നെ നമ്മുടെ ഗൊറില്ല എമിയെ നോക്കിയിട്ട് പറയാണ്, അല്ല ഇതിനിപ്പോ എങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? അപ്പൊ ഫ്രെഡി പറയാണ്, ഇതിന്റെ സ്വന്തം വീട്ടിലേക്ക്, അതായത് കാട്ടിലേക്ക് വിടാൻ വേണ്ടി പോവാണ്. കൂടെ തന്നെ ഗൊറില്ലകളെ കുറിച്ച് ഒന്ന് പഠിക്കണമെന്നുണ്ട്. എന്തായാലും അവരുടെ ആ ഒരു ട്രക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കൂട്ടം പട്ടാളക്കാര് വന്നിട്ട് അവരെ തടുക്കുകയാണ്. അതായത് ആഫ്രിക്കയിൽ പല ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ട്, ഇപ്പൊ ബോർഡർ കടക്കാൻ നിൽക്കുകയാണ് ഇപ്പോ. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാർ ഇവിടെ പിടിച്ചിട്ട്, അല്ല എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചപ്പോ എന്തോ ഒരു ഉടായിപ്പ് ആ ഒരു പട്ടാളക്കാർക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൊറില്ല എമി ഉണ്ടല്ലോ, അവളൊരു കൂട്ടിലേക്ക് പട്ടാളക്കാരെ അടച്ചു വെക്കുകയാണ്. അവിടെ തന്നെ ഈ പട്ടാളക്കാരുടെ ജനറൽ ഉണ്ടായിരുന്നു, അയാളെ നേരിട്ട് കാണാൻ വേണ്ടി ക്യാരനും ഹൊമോക്കയും അതുപോലെ തന്നെ മെൻറോ കെല്ലിയും ചെല്ലുകയാണ്. ആദ്യമൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു നോക്കി, പിന്നെ മറ്റൊരു രീതിയിൽ പറഞ്ഞു. എന്താണ് ആ മറ്റൊരു രീതി? അത് തന്നെ കെട്ടുകണക്കിന് കാശ് അങ്ങോട്ട് വെച്ചു കൊടുക്കുക. കാശ് കിട്ടിയ പാട് തന്നെ പട്ടാള ജനറൽ ഇതിന് സമ്മതിക്കുകയാണ് കേട്ടോ. മാത്രല്ല നമ്മുടെ ഹൊമോക്കയെ നോക്കിയിട്ട്, അല്ല നിനക്ക് എന്താടാ ഇവിടെ പരിപാടി എന്ന് ചോദിക്കുന്നില്ല. അതൊന്നുമില്ല, ഇവരുടെ കൂടെ ഗവേഷണത്തിന് വന്നേന്ന് പറയാണ്. പിന്നീട് ഹൊമോക്ക അവിടുന്ന് പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ ക്യാരൻ റോസിന്റെ അടുത്തും മെൻറോ കെല്ലി അയാളോട് ഒരു കാര്യം പറയുന്നുണ്ട്. ആ പോയ ആളുണ്ടല്ലോ ഹൊമോക്ക, ഒന്ന് സൂക്ഷിച്ചോ, കുമ്പിട്ട് മണി വരെ അടിച്ചുകൊണ്ടുവന്ന ടീമാണ് അവൻ. അവസാനം അയ്യോ അമ്മയെന്ന് പറഞ്ഞിട്ട് കരയാൻ നിൽക്കരുത്, ഇപ്പോഴേ ഞാൻ ഒരു വാണിംഗ് തന്നേ ഉള്ളൂ. എന്നാൽ അത് വലിയ കാര്യമാക്കാതെ ഇവരവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. മാത്രല്ല ക്യാപ്റ്റൻ മെൻറോ കെല്ലി ഇയാളാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത്. അയാൾക്ക് കമ്പനി അതിനുള്ള പൈസയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മെൻറോ കെല്ലി ഇവർക്ക് പോവാനായിട്ട് ഒരു ഫ്ലൈറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം ഏതോ ഒരു കുജിരിപ്പെട്ടിയിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന ഫ്ലൈറ്റ് ആണ്, പഴയ വിമാനാണ്. അപ്പൊ അങ്ങോട്ടേക്ക് അവരെത്തിയ സമയത്ത് തന്നെ മെൻറോ കെല്ലിയുടെ ഒരു അസിസ്റ്റന്റ് ഉണ്ട്, ബ്രിട്ടോ ഇവര് സ്വീകരിക്കാണ് കേട്ടോ. അങ്ങനെ ഇവരുടെ സാധനങ്ങളെല്ലാം വിമാനത്തിലേക്ക് കയറ്റുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഹൊമോക്കോയുടെ മുഖം മെൻറോ കെല്ലിക്ക് മനസ്സിലാവാണ്. എടോ നീ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടല്ലോ, നിന്നെ എനിക്ക് നല്ല പരിചയമുണ്ട്. ഇവിടെയാണ് എന്തിനാണ് ഹൊമോക്കോ ശരിക്കും ഇവരുടെ കൂട്ടത്തിൽ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് മനസ്സിലാകുന്നത് കേട്ടോ. അതായത് ഈ കോങ്കോ വനം ഉണ്ടല്ലോ, ഇതിന്റെ ഉള്ളിൽ എവിടെയോ ആയിട്ട് വളരെ പുരാതനമായിട്ടുള്ള ഒരു കൊട്ടാരുണ്ട്. കിങ് സോളമൻ ഉണ്ടാക്കി വെച്ച വലിയൊരു കൊട്ടാരവും അതിന് ചുറ്റുമുള്ള ഒരു നഗരവും, ദ ലോസ്റ്റ് സിറ്റി ഓഫ് സിങ് എന്നൊക്കെയാണ് അതിന് പറയുന്നത്. അവിടെ ഒരുപാട് വലിയ സ്വർണ്ണ നിക്ഷേപം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. കുറെ പേരൊന്നും തിരിച്ചു വരാറില്ല. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ കാട്ടിലേക്ക് കയറി വന്ന ആളായിരുന്നു ഹൊമോക്കോ. എന്നാൽ ജീവൻ പോകുന്ന അവസ്ഥയിൽ എങ്ങനെയോ അവനെ കെട്ടി മെൻറോ കെല്ലിയാണ് അവനെ ഈ കാട്ടിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ച് രക്ഷപ്പെടുത്തിയത്. എന്നോടാണോ മോനെ നീ നുണ പറയുന്നത്? ഓ, ലോകം മുഴുവൻ ചുറ്റി നടക്കുന്ന പണക്കാരൻ ഹൊമോക്കോ. എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്, വെറുതെ ഉടായ്പ കാണിക്കാൻ മാത്രം നിൽക്കരുതെന്ന് മെൻറോ കെല്ലി വാണിംഗ് കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ക്യാരൻ റോസ് അവൾക്ക് വേണ്ടി 2-3 ആൾക്കാരെയൊക്കെ ഗണ്ണും എന്താ പറയാ ബാക്കിയുള്ള ആവശ്യ വസ്തുക്കള്, അതുപോലെ തന്നെ അവർക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ ഒരു വലിയ ഹൈഡ്രജൻ ബലൂണ്, ഇതെല്ലാം അടങ്ങിയ പേക്കുകളുമായിട്ട് കുറച്ച് ആൾക്കാരെ അവളുടെ കൂടെ അയക്കുന്നുണ്ട്. എന്തായാലും വിമാനത്തിൽ എല്ലാവരും കയറി കഴിഞ്ഞ സമയത്ത് പൂക്കളുള്ള ഷർട്ട് ഇട്ട ഈ ആളുണ്ടല്ലോ, നമ്മുടെ ഡോക്ടർ ക്യാരൻ റോസിനെ നോക്കിയിട്ട് പറയാണ്, മാഡം ഇനി അങ്ങോട്ടേക്കുള്ള യാത്രയിൽ ഞാൻ ഉണ്ടാവില്ല കേട്ടോ, ഇവരുടെ കൂടെ നിങ്ങൾ പോയാ മതി. എന്തായാലും നിങ്ങളെല്ലാം ഇപ്പൊ ഒരു ടീം പായില്ലേ, അപ്പൊ ശരി മാഡം ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൻ നൈസായിട്ട് തടിയെടുക്കാണ്. കാരണം ഇനി അങ്ങോട്ടേക്കുള്ള യാത്ര അത് അത്ര എളുപ്പമല്ല, എക്സ്ട്രീംലി ഡേഞ്ചർ ആണ്, വളരെയധികം സാഹസികവുമാണ്. എന്തിനാ വെറുതെ ജീവൻ കളയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ മനുഷ്യൻ നൈസായിട്ട് ഇവിടുന്ന് എസ്കേപ്പ് ആവുന്നത്. അങ്ങനെ നിബിഡമായ കോങ്കോ വനം, അതിന് മുകളിലൂടെ ആ ഒരു ഫ്ലൈറ്റ് അങ്ങനെ പറക്കുകയാണ് കേട്ടോ. നമ്മുടെ ടീംസ് എല്ലാം ആ ഒരു വിമാനത്തിന്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. എന്നാൽ അധികം വൈകാതെ എന്തിനാണ് പൂക്കളുള്ള ഷർട്ട് ഇട്ട ആള് നൈസ്
നൈസായിട്ട് മുങ്ങിയത് എന്ന് മനസ്സിലായി കേട്ടോ. കാരണം ആഫ്രിക്കയിൽ പല രാജ്യങ്ങളുണ്ടല്ലോ, ബോർഡർ വിട്ടാണ് ഈ വിമാനം ഇപ്പൊ പറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കാട്ടിൽ ഒളിച്ചിരുന്ന ആ നാട്ടിലെ പട്ടാളക്കാര് ഇതുപോലൊരു വിമാനം കണ്ടപ്പോ അതിനെ മിസൈൽ ഉപയോഗിച്ച് തകർത്ത് താഴിടാൻ നോക്കുകയാണ്. ആദ്യത്തെ മിസൈൽ വിമാനത്തിൽ എന്തായാലും തട്ടിയില്ല. പക്ഷെ അത് കണ്ടതോട് കൂടിയിട്ട് എല്ലാവരും ആകെ പേടിച്ചു പോവാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ, പൈലറ്റിനോട് ചോദിക്കുന്നു പറഞ്ഞപ്പോ പൈലറ്റിന്റെ ക്യാബിലേക്ക് ചെന്നപ്പോ അയാളും നേരത്തെ തന്നെ പാരച്യൂട്ട് എടുത്ത് ചാടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇനി എന്താ ചെയ്യാ, അത് തന്നെ പൈലറ്റ് ചെയ്ത കാര്യം അതുപോലെ തന്നെ ചെയ്യാ, പാരച്യൂട്ട് ഇട്ട് താഴേക്ക് എടുത്ത് ചാടുക. കാരണം പേപ്പട്ടി എറിഞ്ഞ് കൊല്ലുന്നത് പോലെ ഈ വിമാനത്തിന്റെ പിറകാലെ തന്നെ ആ പട്ടാളക്കാര് താഴെക്കൂടെ ജീപ്പെടുത്ത് വരികയാണ്. ഇവർ ഓരോ സെക്കൻഡിലും ഓരോ ബോംബ് വെച്ച് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു നിർവാഹവും ഇല്ലാതെ എല്ലാവരും അവരുടെ സാധനങ്ങളും എല്ലാം തള്ളിയിട്ട് പാരച്യൂട്ട് വഴി താഴേക്ക് സേഫ് ആയിട്ട് വന്ന് ലാൻഡ് ആവുകയാണ്. മാത്രമല്ല അധികം വൈകാതെ ഇവര് വന്ന ആ ഒരു വിമാനം അവിടുത്തെ പട്ടാളക്കാര് വെട്ടിവെച്ച് പൊളിക്കുന്നുണ്ട്. പിന്നീട് സേഫ് ആയിട്ട് ഫോറസ്റ്റിലേക്ക് ലാൻഡ് ചെയ്തപാട് തന്നെ നമ്മുടെ ഡോക്ടർ കാരൻ റോസ് നോക്കുന്നത് അവളുടെ ഒരു മെഷീൻ ഉണ്ടല്ലോ അതിലേക്കാണ്. അതായത് എങ്ങോട്ടേക്കാണോ അവളുടെ ഹസ്ബൻഡ് ആകാൻ പോകുന്ന ആ ഒരു ചാൾസും അവന്റെ ടീമും ആദ്യമായിട്ട് വന്നത്, അതായത് ഫോറസ്റ്റിൽ എവിടെയോ പോയിട്ട് അവര് മറിഞ്ഞുപോയി അല്ലെങ്കിൽ അവരെ കാണാതായി എന്ന് പറയുന്നില്ലേ, അങ്ങോട്ടേക്കുള്ള ആ ഒരു ഡയറക്ഷനാണ് അല്ലെങ്കിൽ ലൊക്കേഷനാണ് ഇപ്പോൾ റോസ് ആ ഒരു മെഷീൻ വെച്ച് പരിശോധിച്ചു നിൽക്കുന്നത്. അങ്ങനെ അങ്ങോട്ടേക്ക് പോകാനുള്ള ദിശ കിട്ടി റോസ് ഇപ്പോൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് നേരെ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. പിന്നീട് നല്ല സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ എല്ലാവരും കൂടെ ഇന്ന് രാത്രി ഇവിടെ തന്നെ ടെന്റ് അടിക്കാന്ന് പറഞ്ഞിട്ട് താൽക്കാലികമായിട്ടുള്ള ടെന്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നീട് വേഗം തന്നെ മിഷനും കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ട് ഇപ്പൊ കാരൻ റോസ് അവളുടെ കമ്പനി ഉണ്ടല്ലോ ടെക്സാസില്, അതായത് ട്രാവിക്കോ എന്ന് പറഞ്ഞ ഒരു കമ്പനി, അങ്ങോട്ടേക്ക് വീഡിയോ കോൾ ചെയ്യാണ്. അപ്പൊ സേഫ് ആയിട്ട് തന്നെ ആ കാട്ടിലേക്ക് കോങ്കോ വനത്തിലേക്ക് കാരൻ റോസ് എത്തിയെന്ന് പറഞ്ഞപ്പോ തന്നെ കമ്പനിയുടെ ഉടമയായിട്ടുള്ള ട്രാവിസിന് ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അയാൾ മറ്റൊരു വിവരം കൊടുക്കാണ്. അതായത് അന്ന് ഇവര് നോക്കുമ്പോ ഒരു ക്യാമറയെ എന്തോന്നും അടിച്ചു പൊളിച്ചു എന്ന് പറയുന്നില്ലേ, അതിന്റെ ഏകദേശം ഒരു രൂപം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ഈ കൊരങ്ങന്റെ ഒക്കെ സ്കള്ളില്ലേ, അതുപോലൊരു സ്കള്ളാണ്. മാത്രല്ല ചാര നിറമാണ് അതിന്റെ സ്കിന്നിന്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു രോമത്തിന്. ഇതുവരെയായിട്ടും ഇങ്ങനെയൊരു മൃഗത്തെ ഈ ഭൂമിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്കുള്ള യാത്ര വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് വേണമെന്ന് പറയാം. ഇതേ നേരം തന്നെ അതിലൂടെ ഓടിക്കളിക്കുന്ന നമ്മുടെ എമി അറിയാതെ വന്ന് കാരന്റെ ആ ഒരു വീഡിയോ ക്യാമറയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് തട്ടിമറിച്ചിടുകയാണ്. ഫ്രെഡി വേഗം തന്നെ വന്നിട്ട് എമിയെ നൈസായിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ രാത്രി ഈ ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും നൈസായിട്ടൊന്ന് ഉറങ്ങാൻ കിടക്കുകയാണ്. അങ്ങനെ ഉറങ്ങാൻ കിടന്ന സമയത്ത് ചുറ്റുമുള്ള കാട്ടിന്റെ ഉള്ളിൽ നിന്ന് ഭയങ്കരമായിട്ട് ഗൊറില്ലകളുടെ ശബ്ദം കേൾക്കുകയാണ്. അപ്പൊ ചെറിയൊരു ഭയത്തില് ഫ്രെഡി വന്നിട്ട് നമ്മുടെ ക്യാപ്റ്റൻ മെൻട്രോ കെല്ലി ഉണ്ടല്ലോ അയാളോട് ചോദിക്കുമ്പോൾ ഇയാള് ഭയങ്കര കൂളായിട്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട, അവറ്റകള് നിങ്ങളാരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ആകാശത്തേക്ക് നോക്കിയേ, ഇന്ന് നല്ല നിലാവില്ലേ, ഇന്ന് പൗർണമി ദിവസമാണ്. ഈ ദിവസങ്ങളിൽ ഇവന്മാർക്ക് എന്തോ ഒരു ഹോഴ്സ് പവർ ആണ്, അതുകൊണ്ട് നിങ്ങളത് മൈൻഡ് ആക്കണ്ടെന്ന് പറയാണ്. കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, മനസ്സിലാകാത്തവര് മനസ്സിലാക്കണ്ട കേട്ടാ. എന്തായാലും ആ രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും അവരുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് കാട്ടിലേക്ക് വീണ്ടും പോവാണ്. പോകുന്ന സമയത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അധികം മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ആ സ്ഥലത്ത് തന്നെ അവര് ടെന്റ് അടിക്കുന്നുണ്ട്. എന്നാൽ മഴ വീണ്ടും ശക്തമാണ്, വെള്ളത്തിന്റെ ഒലിക്കലൊക്കെ കൂടി വരികയാണ്. ഇവര് ടെന്റ് അടിച്ച ഒരു ഭാഗത്തൂടെ നന്നായിട്ട് വെള്ളം ഒഴുകി പോകുമ്പോൾ അതിൽ ചിലരൊക്കെ പെട്ടുപോകുന്നുണ്ട്. ബാക്കിയുള്ളവർ വന്നിട്ട് അവരെ രക്ഷപ്പെടുത്തുകയാണ്. എന്തായാലും ആ ഒരു രാത്രി കുറച്ചധികം കഷ്ടപ്പെട്ട് തന്നെ ഇവര് സർവൈവ് ചെയ്യാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോ തന്നെ നമ്മുടെ എമി ഉണ്ടല്ലോ അവൾക്ക് നന്നായിട്ട് വിശക്കുകയാണ്. വിശന്നാ പിന്നെ അവൾക്ക് ആരും ഒന്നും എടുത്തു കൊടുക്കൊന്നും വേണ്ട. അവിടെ കുറെ പെട്ടികളൊക്കെ ഉണ്ട്, അതെല്ലാം തുറന്ന് അതിലത്തെ പാലും പഴമൊക്കെ അവൾ തന്നെ എടുത്ത് കഴിക്കുകയാണ്. ഇതേ നേരം തന്നെ ടെന്റിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഫ്രെഡി ഹാലറി കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ് കേട്ടോ. എന്താ കാര്യം എന്ന് ക്യാപ്റ്റൻ മെൻട്രോ കെല്ലി ചോദിച്ചപ്പോ അവന്റെ ടൗസർ ഊരി കാണിച്ചു കൊടുക്കുകയാണ്. എന്റെ ചേട്ടാ, ഇവിടെ ഒരു അട്ട ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്, ഇതിപ്പോ എന്താ ചെയ്യാ? എന്റെ മോനെ, രാവിലെ തന്നെ ഇമാതിരി കണി നീ കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തായാലും അട്ട പോകാൻ വലിച്ചോണ്ടിരിക്കുന്ന ആ ഒരു സിഗരറ്റ് ഉണ്ടല്ലോ അതിപ്പോ ഫ്രെഡിക്ക് കൊടുക്കാണ്. നേരെ നോക്കി കുത്തിയാ മതി എന്ന് പറയാണ്. ചൂട് തട്ടിക്കുന്ന സ്ഥലം മാറിപ്പോണ്ട, അട്ടയമ തന്നെ കുത്തിക്കോണെന്ന് പറയാ. എന്തായാലും ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ റോസ് ഉണ്ടല്ലോ, കാരൻ റോസ്, അവളുടെ തൊട്ട് പിന്നിലായിട്ട് രണ്ട് തലകൾ ഇവര് കാണുന്നുണ്ട്. അതും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കാട്ടാളത്തല. കണ്ടപാട് തന്നെ ഇവര് ഞെട്ടിപ്പോവാണ് കേട്ടോ. കാരണം ഒരുപാട് കാട്ടാളന്മാര് ജീവിക്കുന്ന കാടിന്റെ ഒരു ഭാഗത്തേക്കാണ് ഇവരിപ്പോ വന്നു നിൽക്കുന്നത്. പക്ഷേ പേടിക്കാനുള്ളത് പോലെ ആൾക്കാരെ ആക്രമിക്കുന്ന അങ്ങനെയുള്ള കാട്ടാളന്മാരൊന്നുമല്ല, സാധാരണ കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ആൾക്കാരെ കണ്ട സമയത്ത് ക്യാപ്റ്റൻ മെൻട്രോ കെല്ലി അവരുടെ ഭാഷയിൽ അവരോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിശയമായിട്ട് അവർ മുന്നോട്ട്
ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഈ മെൻട്രോക്കെലിയുമായിട്ട് കൂടുതലായിട്ട് സംസാരിക്കുകയാണ്. ആ സമയത്താണ് ഈ കാട്ടുമനുഷ്യന്മാർ ഒരു കാര്യം പറയുന്നത്. അതായത് നമ്മുടെ കാരൻ റോസ് ഇട്ടിരിക്കുന്ന അതേ ഡ്രസ് ഇട്ടതുപോലെ വേറെ കുറച്ച് ആൾക്കാരെ ഇതിനു മുന്നേ കാട്ടിൽ കണ്ടിട്ടുണ്ടെന്ന്. അവരുടെ ആ ഒരു വസ്ത്രത്തിന്റെ മുകളിലായിട്ട് ഒരു പ്രത്യേകതരം ചിഹ്നം ഉണ്ടായിന്ന് പറയാണ്. ആ ചിഹ്നം മണ്ണിൽ അവര് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടപാട് തന്നെ ഡോക്ടർ കാരൻ റോസ് പറയാണ്, അയ്യോ ഇത് എന്റെ കമ്പനിയുടെ ചിഹ്നമാണല്ലോ. അതായത് കുറച്ചു മുന്നേ കാട്ടിൽ വെച്ച് ഈ കാട്ടുവാസികൾ കണ്ടു എന്ന് പറയുന്നത് ഇതിനു മുന്നേ ഇങ്ങോട്ടേക്ക് വന്ന അവളുടെ ഹസ്ബൻഡ് ആകാൻ പോകുന്ന ചാൾസും അദ്ദേഹത്തിന്റെ ആ ഒരു ടീമിനെയാണ്. അവരിപ്പോ എവിടെ ഉണ്ടെന്ന് ചോദിച്ചപ്പോ ഈ കാട്ടാളന്മാര്, അതായത് കാട്ടിൽ വസിക്കുന്ന ഈ മനുഷ്യന്മാര് ഇവരെയും കൂട്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് പോവാണ്. അങ്ങനെ പോയി നോക്കുമ്പോ ഇതുപോലെയുള്ള ഒരുപാടധികം കാട്ടിലെ മനുഷ്യന്മാര് ചേർന്നുകൊണ്ട് ഒരു വല്ലാത്ത പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ആൾക്കാർ അവിടെ നിൽക്കുമ്പോ അവരുടെ നടുവിലായിട്ട് പുറത്തു നിന്ന് വന്ന ഒരു മനുഷ്യൻ, അതുപോലെയാണ് അയാളുടെ വസ്ത്രം, അയാൾ ബോധമില്ലാതെ നിലത്ത് കിടക്കുകയാണ്. അപ്പൊ അയാളുടെ വട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഈ കാട്ടുവാസികള് ഇതുപോലെ എന്തൊക്കെയോ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്തിനാണെന്ന് ചോദിച്ചപ്പോ ആ ആളുടെ ഉള്ളിൽ നിന്നും ആത്മാവ് പുറത്തു പോയിട്ടുണ്ട്. ആ പോയ ആത്മാവിനെ തിരിച്ചു വിളിക്കാണ് ഇവര്. ആഹാ, അടിപൊളി പരിപാടി. പിന്നെ ലോകത്ത് വേറൊന്നും വേണ്ടല്ലോ, ഈ പരിപാടി തന്നെ ചെയ്താൽ മതിയല്ലോ അല്ലെ. എന്തായാലും ഇത് മനസ്സിലായപ്പോ കാരൻ വേഗം അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണ്. നോക്കുമ്പോ അവളുടെ കമ്പനിയിൽ നിന്ന് വന്ന ആള് തന്നെയാണ്. പക്ഷേ ചാൾസ് അല്ല, മറ്റൊരാളാണ്. അയാളുടെ യൂണിഫോം ഒക്കെ കണ്ടപ്പോ മനസ്സിലായി. പിന്നീട് അയാളെ ഒരു വിധത്തിൽ അവിടുന്ന് കൊണ്ടുപോയിട്ട് മുഖത്ത് കുറച്ച് വെള്ളമെല്ലാം തെളിച്ചു കൊടുത്തപ്പോ അയാൾക്ക് ബോധം വന്നു. മരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് കാരൻ റോസ് ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് നമ്മൾ എമി വരികയാണ്. അവളൊരു ഗൊറില്ലയാണല്ലോ. അവളെ കണ്ടപാട് തന്നെ ഈ ബോധം വന്ന മനുഷ്യൻ അപ്പൊ തന്നെ ഒരേറ്റ നിലവിളിയാണ്. കരഞ്ഞ് പേടിച്ച് ആ ഭയം കാരണം സ്പോട്ടിൽ അയാൾ മരിച്ചു പോവാണ്. കാരന് കാര്യം മനസ്സിലായി. അതായത് എമി ഇങ്ങോട്ടേക്ക് വന്നപ്പോ അവളെ കണ്ടിട്ടാണ് ഇയാൾ ഇതുപോലെ പേടിച്ചത്. അതായത് കമ്പനിയുടെ ആ ഒരു ക്യാമറയിൽ പതിഞ്ഞ ആ ഒരു അവ്യക്തമായിട്ടുള്ള ആ ഒരു വിഷ്വല് അതെന്താണെന്ന് നോക്കുകയാണെങ്കിൽ അതൊരു ഗൊറില്ല തന്നെയാണ്. പക്ഷേ അവറ്റകളുടെ നിറം ചാരനിറമാണ്. ഈ കാര്യം നമ്മുടെ ക്യാപ്റ്റൻ മെൻട്രോക്കെല്ലിയോട് പറഞ്ഞപ്പോ ഒരിക്കലും അയാൾ അത് സമ്മതിക്കുന്നില്ല. ഏയ്, അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ല. കാരണം ചാരനിറത്തിലുള്ള ഇതുപോലെ മനുഷ്യരെ കൊല്ലുന്ന ഗൊറില്ലകളൊന്നും ഈ ഭാഗത്ത് എവിടെയില്ല കേട്ടോ. എനിക്കറിയില്ല. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് എന്തായാലും യാത്ര തുടരാന്ന് പറയാണ്. ഇനി നടന്നല്ല പോകുന്നത്. ഇവരുടെ കയ്യിലുള്ള ചെറിയ ലൈഫ് ബോട്ടുകൾ ഉണ്ടല്ലോ, ഇതിലെല്ലാം കാറ്റടിച്ചു കയറ്റി അതുപയോഗിച്ചാണ് ഇനി ഇവര് മുന്നോട്ടേക്ക് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഡോക്ടർ കാരൻ റോസ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഹൊമോക്കോ ഒരു കാര്യം പറയുന്നുണ്ട്. ശരിക്കും ഞാൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്നറിയോ? ഒരുപാട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ കിങ് സോളമൻ എന്നൊരാള് ഈ പ്രദേശത്തുണ്ടായിരുന്നു. അളവറ്റ സമ്പത്തും അയാളുടെ കയ്യിലുണ്ടായിരുന്നു. അയാളത് വളരെ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ പണ്ട് വലിയൊരു സാമ്രാജ്യം തന്നെയായിരുന്നു. പക്ഷേ ഫുള്ളായിട്ട് ഒരു കാലഘട്ടത്തിൽ നാമാവശേഷമായി പോയി. എന്നാൽ ഇപ്പോഴും ആ രാജാവ് ഒളിപ്പിച്ചു വെച്ച സ്വർണവും ബാക്കിയുള്ള ഡയമണ്ട്, വൈഡൂര്യം ഇതെല്ലാം അവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും അത് കണ്ടുപിടിക്കണം. അയാൾ അതിന്റെ ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഒരു പഴയ മോതിരം, അതിന്റെ മുകളിലായിട്ട് ഒരു കണ്ണിന്റെ ചിഹ്നമുണ്ട്. കണ്ടോ ഈ ചിഹ്നം തന്നെയാണ് എമി എന്ന് പറഞ്ഞ ഈ ഒരു ഗൊറില്ല കുരങ്ങ് അവളുടെ റൂമിൽ എപ്പോഴും വരച്ചു വെക്കുന്നത്. അതിനർത്ഥം അവൾ ചെറുപ്പത്തിൽ ആ സ്ഥലത്തായിരുന്നു എന്നാണ്. ഡോക്ടറെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നമുക്ക് അവിടെ എത്തി അവിടുത്തെ ആ ഒരു സമ്പത്ത് എടുക്കാൻ പറ്റിയാണ്ടല്ലോ നമ്മളായിരിക്കും പിന്നെ കോടീശ്വരന്മാര്. എന്നാൽ ഹൊമോക്കോ ഇങ്ങനെ പറയുമ്പോഴും ക്യാപ്റ്റൻ മെൻട്രോക്കെല്ലി പറയാണ് ഇവന് വട്ടാണ്, വട്ട്, നല്ല മുഴുത്ത വട്ട്. എന്തായാലും ബോട്ടിലൂടെയുള്ള ആ ഒരു ചെറിയ യാത്ര അത് അത്ര എളുപ്പമായിരുന്നില്ല കേട്ടോ. ചില സ്ഥലത്തൊക്കെ നന്നായിട്ട് ഒഴുക്കും, അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊക്കെ യാത്രയായിരുന്നു. എന്നിരുന്നാലും പിന്നീട് കുറച്ച് ശാന്തമായിട്ടുള്ള സ്ഥലത്തേക്ക് ഇവരെത്തുന്നുണ്ട്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോ രാത്രിയാവുകയാണ്. രാത്രി പതിയെ കുറച്ച് സ്ലോ ആയിട്ടാണ് ഈ ബോട്ടുകൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ വെള്ളത്തിനടിയിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ടപ്പോ എല്ലാവരും ഒന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. എന്താണെന്ന് പോലും അറിയാത്ത ആ ഒരു രൂപം പെട്ടെന്ന് ഇവരെല്ലാവരെയും ആക്രമിക്കുന്നുണ്ട് കേട്ടോ. എന്തെന്നെ ചെയ്തിട്ടും അതിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അത് മാത്രല്ല ശക്തമായ പ്രഹരം, എന്താണെന്ന് കാണാൻ പോലും പറ്റുന്നില്ല. പിന്നീട് എങ്ങനെയൊക്കെയോ നമ്മുടെ ഫ്രെഡി കയ്യിലുണ്ടായിരുന്ന ഒരു ഫ്ലെയർ അതെടുത്ത് അടിച്ചപ്പോ ആ ലൈറ്റ് കണ്ട് ആ ജീവികൾ പിന്മാറുകയാണ്. ഇനി എന്തായാലും വെള്ളത്തിലൂടെ പോകുന്നത് അത് അത്ര പന്തിയല്ലാന്ന് മനസ്സിലായി എല്ലാവരും ബോട്ട് നൈസായിട്ട് കരക്കടുപ്പിക്കുകയാണ്. എന്നിട്ട് കാട്ടിലൂടെ തന്നെ നടന്നു പോവാണ്. അങ്ങനെ നടന്നു പോകുമ്പോ മുകളിലൂടെ പറന്നു പോകുന്ന ഒരു വിമാനം ഇതുപോലെ അവിടുത്തെ പട്ടാളക്കാരുടെ വെടിയേറ്റ് തകർന്നു വീഴുന്ന ആ ഒരു കാര്യം ഇവര് കാണുന്നുണ്ട്. എന്തായാലും അതൊന്നും നോക്കി അധിക നേരം അവരവിടെ നിന്നില്ല. സ്ഥലം അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്. ആ രാത്രി എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ്. അങ്ങനെ നേരം വെളുക്കാനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നേരം വെളുത്ത സമയത്ത് ഇവര് നോക്കുമ്പോ ഒരു വലിയ അഗ്നിപർവ്വതം കാണുന്നുണ്ട്. അതിന്റെ താഴ്വാരത്തിലാണ് ഇവരെല്ലാവരും ഇപ്പൊ നിൽക്കുന്നത്. എന്നാൽ വിശാലമായി കിടക്കുന്ന ആ വലിയ പർവ്വതം കണ്ട സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അതാരായിരിക്കും
ആയിരിക്കും അറിയോ? മറ്റാരുമല്ല, നമ്മുടെ എമി, ആ ഗൊറില്ല തന്നെ. കാരണം ഇത് അവൾ ജനിച്ചു വളർന്ന സ്ഥലമാണ്. ആ കാര്യം ആംഗ്യ ഭാഷയിലൂടെ ഫ്രെഡിയോട് എമി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കുറച്ചു നേരം അവരവിടെ വിശ്രമിക്കുകയാണ്. വിശാലമായി കിടക്കുന്ന ആ ഒരു പർവ്വതവും അതിന്റെ ആ ഒരു ഭീകരമായിട്ടുള്ള കാഴ്ചയൊക്കെ ഒരുപാട് നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം ഇവര് വീണ്ടും നടക്കാൻ ആരംഭിക്കുകയാണ്. എന്നാൽ റഡാറിൽ കാണിച്ച സിഗ്നൽ അനുസരിച്ച് ഡോക്ടർ കാരൻ ഒരു ഭാഗത്തേക്ക് പോവാന്ന് പറയുമ്പോ നമ്മുടെ എമി പറയുന്നത് അങ്ങോട്ടേക്കല്ലതാ ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് അവള് വഴി കാണിക്കുകയാണ്. ഇതേ നേരം തന്നെ ഹൊമോക്ക് പറയാണ്, നമുക്ക് എന്തായാലും ഈ കൊരങ്ങ് പറയുന്ന വഴിയിൽ പോയി നോക്കാം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിന്നീട് എമിയുടെ പിന്നാലെ നടന്നു പോവാണ്. ചെറുപ്പത്തിൽ അവൾ ഇവിടെ വിട്ട് പോയെങ്കിലും എല്ലാ വഴിയും അവൾക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് തോന്നുന്നു. എന്തായാലും അതിലൂടെ നടന്ന് കുറച്ചധികം സമയം കഴിഞ്ഞപ്പോ വീണ്ടും മറ്റൊരു വനത്തിലേക്ക് ഇവരെത്തുന്നുണ്ട്. ഇപ്പോ അങ്ങനെ അതിലൂടെ നടക്കുന്ന സമയത്ത് ഇന്നലെ രാത്രി തകർന്ന് വീണുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൈറ്റ് കണ്ടില്ലേ, അതിന്റെ അവശിഷ്ടങ്ങൾ ഇവർക്ക് കാണാൻ കഴിഞ്ഞു. പിന്നീട് അവിടെ എത്തി പരിശോധിക്കുന്ന സമയത്ത് ഡോക്ടർ കാരൻ റോസിന് ഒരു കാര്യം മനസ്സിലായി. ഇവർക്ക് ശേഷം ട്രാവിക്കോ എന്ന കമ്പനി അതേ ഡയമണ്ട് എടുക്കാൻ വേണ്ടി അയച്ച മറ്റൊരു ടീമാണ് ഇതെന്ന്. എന്നാൽ ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ പാവങ്ങള് മട്ടയായി പോയി. ഇതേ സമയത്ത് ഇവരെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് ഒരു ഗൊറില്ല വരുന്നുണ്ട്. ഒരു ആൺഗൊറില്ലയാണത്. അതിനെ കണ്ടപാട് തന്നെ ഇതിനൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നന്നായിട്ട് അറിയുന്ന ക്യാപ്റ്റൻ മെൻറോക്കെല്ലി പറയാണ്, ആരും അനങ്ങരുത് എന്ന്. നിന്നോട് തന്നെ നിൽക്കാൻ പറയാണ്. അതുകൊണ്ട് ആരും അനങ്ങാതെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഫ്രെഡിയെ നോക്കണമെങ്കിൽ ആകെ വേർത്ത് കുളിച്ചിട്ടുണ്ട് പേടിച്ചിട്ടേ. എന്തായാലും ഒരു ഇത്തിരി നേരം കഴിഞ്ഞപ്പോ ഗൊറില്ല അതിന്റെ പാട്ടിന് പോവാണ്. ഹൗ സമാധാനം എന്ന് കരുതിയിട്ട് മെൻറോക്കെല്ലി എല്ലാരും നോക്കുമ്പോ ആരും അയാളെ കാണുന്നില്ല. നോക്കുമ്പോ അവിടെ ഒരു കുറ്റിക്കാട്ടിന്റെ ഉള്ളിൽ നിന്നും ആശാൻ പതി എഴുന്നേറ്റ് വരികയാണ്. അതായത് ഇവരോട് അനങ്ങാതിരിക്കാൻ പറഞ്ഞിട്ട് ആശാൻ പോയി ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. എങ്ങാനും ആ ഒരു വിദ്യ ഏറ്റില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് നമ്മുടെ ആള് നേരത്തെ പോയി ഒളിച്ചത്. എന്തായാലും കുഴപ്പമില്ല. ഇപ്പൊ പോയി ആ ഒരു ഗൊറില്ലയുടെ കൂടെ വേറൊരു മൂന്നാളിനും കൂടെ വരുന്നുണ്ട് കേട്ടോ. അതിനോട് സംസാരിക്കാൻ വേണ്ടി എമി ശ്രമിക്കുമ്പോ, അതായത് നമ്മുടെ ഗൊറില്ല ശ്രമിക്കുമ്പോ അവര് മൈൻഡ് ആക്കാണ്ട് അങ്ങോട്ട് പോവാണ്. എന്തായാലും വീണ്ടും ഇവര് മുന്നോട്ടേക്ക് നടക്കുകയാണ്. അപ്പൊ ആ കൂട്ടത്തിൽ ഒരാൾ അവിടെ ഉണ്ടായിരുന്ന എന്തോ ഒരു വയറിൽ ചവിട്ടുകയാണ്. അടുത്ത നിമിഷം തന്നെ കീ 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 എന്നുള്ള ശബ്ദം ഉണ്ടാവാൻ തുടങ്ങി. അതെന്താണെന്ന് ചോദിച്ചപ്പോ അതിനുള്ള ഉത്തരം കൊടുത്തത് ഡോക്ടർ കാരൻ റോസ് ആയിരുന്നു. അതായത് അവരുടെ ടീം ഓൾറെഡി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ രാത്രിയിൽ ക്യാമ്പ് അടിച്ചു നിൽക്കുമ്പോൾ ആ ഭാഗത്തേക്ക് മൃഗങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് ക്യാമ്പിന്റെ ചുറ്റുമാകത്തായിട്ട് ഇതുപോലെയുള്ള സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു മെഷീൻ വെച്ചിട്ടുണ്ടാവും. അത് ഓൺ ആവണമെങ്കിൽ ഇതിലുള്ള ചരടിൽ ഏതെങ്കിലും ഒരു മൃഗം ചവിട്ടണം. അപ്പൊ ശബ്ദം കേൾക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവുമല്ലോ എന്തോന്ന് വരുന്നുണ്ടെന്ന്. ചിലപ്പോ ശബ്ദം കേട്ടാൽ ആ ഒരു മൃഗങ്ങൾ തിരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട്. എന്തായാലും ആ ഒരു മെഷീൻ എടുത്തപ്പോ ഡോക്ടർ കാരൻ റോസ് ഓഫ് ആക്കുകയാണ്. മാത്രല്ല ഒരു കാര്യം ഇവർക്ക് മനസ്സിലായി. റോസിന്റെ ആ ഒരു കമ്പനി ഉണ്ടല്ലോ ട്രാവിക്കോ, അതിൽ നിന്നും ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന ആ ഒരു ടീം അവരിവിടെ തന്നെയാണ് ക്യാമ്പ് അടിച്ചിരുന്നത്. അങ്ങനെ ആ ഒരു ഭാഗം മുഴുവനായിട്ട് അവര് പരിശോധിച്ചു നോക്കുമ്പോൾ പുരാതനമായിട്ടുള്ള പല നിർമ്മിതികളും ഇവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാത്രല്ല തുടക്കത്തില് ചാൾസും അവന്റെ കൂടെയുള്ള മറ്റൊരാളും കൂടെ ഒരു ഹോളിലേക്ക് കയറാൻ നോക്കിയല്ലേ, ആ ഹോളിലൂടെ ഇവരുള്ളിലേക്ക് കയറുന്നുണ്ട്. കയറി കഴിഞ്ഞപ്പോ കാണുന്ന കാര്യം എന്താ, പുരാതനമായിട്ടുള്ള ഒരു ശില്പം. ആ ശില്പത്തിന് ചുറ്റുമായിട്ട് വലിയ നിർമ്മിതികൾ, വേണമെങ്കിൽ പഴയ ക്ഷേത്രങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാട്ടോ. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുന്ന സമയത്ത് ക്യാപ്റ്റൻ മെൻറോക്കെല്ലി ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കാരണം കഥകളിൽ മാത്രമേ ഈ കാര്യത്തെ കുറിച്ച് കേട്ടിട്ടുള്ളൂ. അത് സത്യമാണെന്ന് നേരിട്ട് കണ്ടപ്പോ മനസ്സിലായി. അതുപോലെ തന്നെ നമ്മുടെ ഹൊമോക്കോ ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞല്ലേ ഇത് സത്യമാണെന്ന്. മാത്രല്ല അവിടെ ഒരു ശില്പം കണ്ടായിരുന്നല്ലോ, ആ ശില്പത്തിന്റെ കണ്ണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ കണ്ണ് തന്നെയാണ് എമി പല തവണയായിട്ട് അവളുടെ റൂമിൽ വരച്ചു വെച്ചിരിക്കുന്ന ആ കണ്ണുകൾ. എമി എന്ന് പറയുമ്പോൾ ആ ഒരു കുരങ്ങാണെന്ന് നിങ്ങൾ എപ്പോഴും ഓർക്കണം കേട്ടാ. എന്തായാലും ഇവര് കണ്ട ആ ഒരു ക്ഷേത്രം, അതിന്റെ മുൻഭാഗം ഒരു വാതിൽ കൂടെയാണ്. ആ വാതിലും കടന്ന് ഉള്ളിലേക്ക് കടന്നപ്പോ ദാണ്ടെ കിടക്കുന്ന മറ്റൊരു ബിൽഡിങ്. അതായത് എന്താണോ കഥകളിൽ പറഞ്ഞത് അതുപോലെ തന്നെ സോളമൻ രാജാവ്, അയാൾ ഒരുപാടധികം നിധി ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. ആ നിധിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം കവചങ്ങള് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. വളരെ അത്ഭുതത്തോടു കൂടിയിട്ട് എല്ലാവരും അത് നോക്കി നിൽക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ മെൻറോക്കെല്ലി ഉണ്ടല്ലോ, ഇയാളുടെ ഒരാള് വന്നിട്ട്, അതായത് ബ്രിട്ടോ വന്നിട്ട് ഉള്ളിലേക്ക് പോകാനുള്ള ഒരു വഴി കണ്ടുപിടിക്കുകയാണ്. അത്യാവശ്യം ഇരുട്ടുണ്ടായിരുന്നു, എന്നിരുന്നാലും എല്ലാവരും ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് ആ പോകുന്ന സമയത്ത് ടോർച്ചെല്ലാം അടിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഭിത്തിയിലൊക്കെ പല രൂപങ്ങൾ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. അതായത് പുരാതന മനുഷ്യര് അവര് കുത്തിവെച്ച എന്തോ കൽശില്പങ്ങളാണ് അതെല്ലാം. എല്ലാവരും ഉള്ളിലേക്ക് പോകുന്ന
പോകുന്ന സമയത്ത് ആ ഇരുട്ടിന് ഭയം ഉണ്ടായിരുന്ന നമ്മുടെ എമി, അതായത് ആ ഒരു ഗൊറില്ല, അവള് പുറത്തേക്ക് പോവാണ്. അവളുടെ പിന്നാലെ തന്നെ ഫ്രെഡിയുടെ കൂട്ടുകാരനായിട്ടുള്ള ബക്കിയും ചെല്ലുകയാണ് കേട്ടോ. എന്നാൽ പുറത്തേക്ക് എത്തിയ സമയത്ത് ബക്കി എന്തോ ഒന്ന് കണ്ട് ഭയക്കുകയാണ്. ഇതേ നേരം തന്നെ ബാക്കിയുള്ളവർ ഉള്ളിലേക്ക് വന്നപ്പോ വിശാലമായിട്ടുള്ള ഒരു ഗുഹ പോലെ ഒരു സ്ഥലം നോക്കിയപ്പോ അവിടെയും ഇതുപോലെ തന്നെ ഈ കല്ലുകളിൽ കൊത്തിവെച്ച ഒരുപാട് രൂപങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ അവര് നോക്കിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് ബക്കി അങ്ങോട്ടേക്ക് വരികയാണ്. അവന്റെ ദേഹം നിറയെ ചോര ഉണ്ടായിരുന്നു. എന്താണ് കാര്യമെന്ന് അവൻ പറയുന്നതിന് മുന്നേ തന്നെ എന്തോ വന്ന് അവന് കൊന്നുകളയാണ് കേട്ടോ. പിന്നീട് ഇവരെല്ലാവരും നോക്കുമ്പോ നരഭോജിയെ പോലെ തോന്നുന്ന ഒരു ഭീകരനായ ചാര നിറമുള്ള ഗൊറില്ല അത് ഇവർക്ക് നേരെ വരികയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഗണ്ണ് വെച്ച് അതിനെ വെട്ടിവെച്ച് ഓടിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് ഹൊമോക്കോ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ കഥകളിൽ പറഞ്ഞ ഈ കാര്യം സത്യമാണല്ലേ, അതായത് സോളമൻ രാജാവ് ഇവിടുത്തെ നിധിയെ സംരക്ഷിക്കാനായിട്ട് ഒരുപാടധികം വ്യത്യസ്തമായ കുരങ്ങുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കഥയിൽ അങ്ങനെ പറയുന്നുണ്ട്. അതെന്തായാലും സത്യമാണെന്ന് ഇവർക്ക് മനസ്സിലായി. അതുപോലെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ എമി ഉള്ളിലേക്ക് വരികയാണ്. ഫ്രെഡി ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു ഗുഹ വിട്ട് എല്ലാവരും പതിയൊന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ഇനി എന്തായാലും ഈ രാത്രിയിൽ എങ്ങോട്ടും പോകണ്ട, തൽക്കാലം ഇവിടെ തന്നെ താമസിക്കാൻ തീരുമാനിക്കുകയാണ്. ടെന്റ് അടിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇവരെല്ലാവരും ചെയ്ത കാര്യം എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും വന്നാൽ അറിയാനുള്ള ആ അലാറം സെൻസർ ഘടിപ്പിച്ച കുറെ അധികം നൂലുകള്, അതുപോലെ തന്നെ ഷോക്ക് കമ്പികള് ഇതെല്ലാം ചുറ്റും വെക്കുകയാണ്. അതുപോലെ ഒരു മെഷീൻ ഗണ്ണും അവിടെ സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇനി ആരും ഒന്നും ചെയ്യില്ലല്ലോ, ഇനി എന്തെങ്കിലും വന്നാൽ അറിയാമല്ലോ എന്നുള്ള ആ ഒരു ധൈര്യത്തില് എല്ലാവരും പിന്നീട് ആ ടെന്റിൽ വിശ്രമിക്കുകയാണ്. എന്നാൽ അല്പനേരം കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഇവരുടെ മെഷീൻ ഗണ്ണൊക്കെ ഓണാകുകയാണ്. അതായത് മനഃപൂർവ്വം ആരോ ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ. അത് മറ്റാരുമല്ല, ആ കുരങ്ങുകൾ തന്നെ. അതൊരു സാധാരണ കുരങ്ങല്ല എന്ന് ഇവർക്ക് മനസ്സിലായി. പിന്നീട് ഡോക്ടർ ക്യാരൻ റോസ് അവളുടെ കയ്യിലുണ്ടായിരുന്ന തെർമൽ സ്കാനർ അത് ഉപയോഗിച്ച് നോക്കുമ്പോൾ ഇവരുടെ ചുറ്റുമായിട്ട് നരഭോജികളായിട്ടുള്ള അതിക്രൂരരായിട്ടുള്ള ആ ഒരു ഗൊറില്ലകളുണ്ട്. പിന്നീട് എല്ലാവരും വേഗം തന്നെ ഗുഹയുടെ ഉള്ളിലേക്ക് പോവാണ്. ആ സമയത്ത് ആ ഗുഹയുടെ ചുമരുണ്ടല്ലോ, അവിടെ കുത്തിവെച്ച ആ സിംബൽസ് അതെന്താണെന്ന് ഹൊമോക്കോ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഇങ്ങോട്ടേക്ക് വരുന്നവർക്കുള്ള വാണിംഗ് ആണത്. കാരണം ഇങ്ങോട്ടേക്ക് വരുന്ന മനുഷ്യന്മാർക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നത് സ്വർണ്ണോ വലിയ നിധിയോ ഒന്നുമല്ല, മരണമാണ്. ഇതൊക്കെ കേട്ടപ്പോ എല്ലാവർക്കും പേടിയാവുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ രാത്രി എങ്ങനെയൊക്കെയോ അവര് കഴിച്ചു കൂട്ടുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോ ഫ്രെഡിയുടെ ഒരു പെൺകുരങ്ങുണ്ടല്ലോ, അതായത് നമ്മുടെ എമി, അവളെ കാണാനില്ല. അപ്പൊ എല്ലാവരോടും ചോദിക്കുമ്പോ അത് നീ വിട്ടേക്കെന്ന് പറയാണ്. അതുപോലെ ഇവരുടെ കൂട്ടത്തിൽ ഇത്രയും നേരം ഉണ്ടായിരുന്ന ഹൊമോക്കോ, അയാളെയും കാണാനില്ല. എന്തായാലും അവരൊന്നും നോക്കിയിട്ട് കാര്യമില്ല, ജീവൻ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാ. കഴിഞ്ഞ പകലില് ഇവരിതിന്റെ ഉള്ളിലേക്ക് വന്ന് 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 ലാസ്റ്റ് വഴിയൊന്നും തിരിയാതായി പോയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് കാര്യമില്ല, ഏതെങ്കിലും ഒരു വഴിക്ക് പുറത്തേക്ക് കടക്കാൻ നോക്കുക തന്നെ. അങ്ങനെ കടക്കാൻ നോക്കുമ്പോ വീണ്ടും ചുമർ ചിത്രങ്ങൾ ഇവര് കാണുകയാണ്. അതിലൂടെയാണ് വ്യക്തമായിട്ട് എന്താണ് ഈ നഗരത്തിന്റെ ഹിസ്റ്ററി എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശരിക്കും ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അത് വജ്രങ്ങളുടെയും അമൂല്യമായ പലതരം വസ്തുക്കളുടെയും ഒരു ഖനന കേന്ദ്രം തന്നെയായിരുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു വജ്രഖനി. ഈ വജ്രം എന്ന് വെച്ചാൽ ഒരു സാധാരണ വജ്രമല്ല, ഇത് ഉപയോഗിച്ച് നല്ല പവർഫുൾ ആയിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ആയുധങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഒരുപാട് സമ്പത്തും സോളമൻ രാജാവ് അതിലൂടെ സമ്പാദിക്കുകയുണ്ടായി. എന്നാൽ ഒരിക്കലും ബ്രിട്ടീഷുകാരോ അല്ലെങ്കിൽ മറ്റുള്ള വിദേശ ശക്തികളോ ഇവരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ കീഴ്പ്പെടുത്താതിരിക്കാനോ ആയിട്ട് ഒരു വലിയ പടക്കൂട്ടത്തെ തന്നെ ഉണ്ടാക്കേണ്ടി വന്നു. അത് മനുഷ്യരുപയോഗിച്ചല്ല സോളമൻ ഉണ്ടാക്കിയത്. കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഗൊറില്ലകൾ അവരുടെ ദേഹത്തെ ചില മാറ്റങ്ങളെല്ലാം വരുത്തി അവരെ മനുഷ്യരോട് വളരെയധികം പകയുള്ള രീതിയിൽ അവരെ ട്രെയിൻ ചെയ്തെടുത്തു, അവരെ പരിശീലിപ്പിച്ചു. കാരണം വെള്ളക്കാർ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ അവരെ കൊല്ലാനായിട്ട്. എന്നാൽ സോളമൻ രാജാവ് ചെയ്ത ആ ഒരു കാര്യം ഉണ്ടല്ലോ, അത് അവർക്ക് തന്നെ ബാക്ക് ഫയർ ആയി എന്ന് പറയാം. ആ കുരങ്ങുകളെ പരിശീലിപ്പിച്ച ആൾക്കാരെ തന്നെ കുരങ്ങുകള് ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞു. അതോടുകൂടിയിട്ടാണ് ഈ ഒരു നഗരം തന്നെ ഇല്ലാതായത്. അവിടെയുള്ള എല്ലാ ആൾക്കാരെയും ഇതേ കുരങ്ങുകൾ തന്നെ കൊന്നുകളഞ്ഞു. കാരണം അവർക്ക് ട്രെയിനിങ് കിട്ടിയത് മനുഷ്യരോട് യുദ്ധം ചെയ്യാനാണ്. ക്രൂരമായിട്ട് ഏതൊരു മനുഷ്യനെ കണ്ടാലും കൊല്ലാവുന്ന രീതിയിലാണ്. അങ്ങനെ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന അവസ്ഥയാണ് അവിടുത്തെ രാജാവിന് സംഭവിച്ചത്. എന്തായാലും അവറ്റകളുടെ മുന്നിൽ പെട്ടുകഴിഞ്ഞാല് ഒരു മനുഷ്യനെയും അവറ്റകൾ ജീവനോട് വിടില്ല. മാത്രല്ല ഇവിടെ കുറെ അധികം വേറെയും തലയോട്ടികൾ കാണുന്നുണ്ട്. സാധാരണ ഗൊറില്ലകൾ ഉണ്ടല്ലോ കാട്ടിലൊക്കെ ജീവിക്കുന്നത്, അവറ്റകളെ വരെ ഈ ഒരു ഗൊറില്ലകൾ വെറുതെ വിടില്ല. ആരിങ്ങോട്ടേക്ക് വന്നാലും അവറ്റകളെ കൊന്നുകളയും. എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സമയത്ത് ഇവര് വേഗം തന്നെ എത്രയും വേഗം തന്നെ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഇങ്ങോട്ടേക്ക് വരുന്നവർക്ക് നിധിയല്ല മരണമാണ് കിട്ടുന്നത് എന്ന് പറയുന്നത് വളരെയധികം സത്യം തന്നെയാണ്. എന്തായാലും പുറത്തേക്ക് രക്ഷപ്പെട്ടു പോവാന്ന്
അവര് കണ്ണും പൊട്ടി തീരുമാനിക്കുകയാണ് കേട്ടോ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. എന്നാൽ അങ്ങനെ പോവാൻ നോക്കുമ്പോ ദാണ്ട് കിടക്കുന്ന ഒരു ഭൂമി ഉലകം അവിടെ ആകെ ഇളകി മറിയാണ്. അതായത് ഇതിന്റെ മുകളിലായിട്ട് വലിയൊരു അഗ്നിപർവ്വതം ഉണ്ടല്ലോ, അതിലെന്തോ ഒന്ന് സംഭവിക്കാൻ പോവാണ്. ആ ഭയത്തില് ഇവരതിലൂടെ ഓടുന്ന സമയത്ത് എങ്ങോട്ടൊക്കെയോ പോവാണ്. വഴിയൊന്നും കറക്റ്റ് അല്ല. ഇതിനിടയില് ഇവരിൽ നിന്നും ഒഴിഞ്ഞു മാറി മറ്റെന്തോ തേടാൻ പോയ ഹോമോക്കോ എങ്ങനെയൊക്കെയോ ഇപ്പൊ ഇവരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും പഴയതുപോലെ ടീമപ്പായിട്ട് ഇവര് വീണ്ടും വഴി അറിയാതെ എങ്ങോട്ടൊക്കെയോ അതിനുള്ളിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. ഇതേ നേരം നമ്മുടെ കുരങ്ങുണ്ടല്ലോ ഹേമി, അവള് പുറത്തേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ എവിടെയാണെന്ന് അവളും തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഉള്ളിലൂടെ ഇവര് പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അവിടെ നോക്കുന്ന സമയത്ത് ഒരുപാടധികം ഇവര് തേടി വന്ന ആ ഒരു വജ്രത്തിന്റെ കഷ്ണങ്ങള് അതങ്ങനെ ചെതറി വീണ് കിടക്കുകയാണ്. അതിന് പുറമെ ഇതിന്റെ മുകളിലായിട്ട് പല തിണ്ടുകളുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് ഓരോ ഓട്ടകളാണ്. ആ ഓരോ ഓട്ടകളുടെ ഉള്ളിൽ നിന്നും നരഭോജികളായിട്ടുള്ള ആ ഗൊറില്ലകളും പുറത്തേക്ക് ചാടി വരുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആ വജ്രങ്ങൾ മുഴുവനായിട്ടും പെറുക്കി ബാഗിലിടുന്ന തിരക്കിലാണ് ഹോമോക്കോ. കാരണം ഇത് കെട്ടിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാകാൻ പറ്റും, അത്രയും മൂല്യമുള്ളൊരു വജ്രമാണിത്. എന്തായാലും കുരങ്ങുകൾ വന്നത് കണ്ടപ്പോ തന്നെ ബാക്കിയുള്ളവർ നൈസായിട്ട് വലിയുന്നുണ്ട്. എന്നാൽ ഹോമോക്കയെ വിളിച്ചപ്പോഴും അവൻ നോക്കുന്നുണ്ടായിരുന്നില്ല. അതെല്ലാം പെറുക്കിയിട്ട് ബാഗ് നിറഞ്ഞപ്പോഴാണ് അവൻ തലപൊക്കി നോക്കുന്നത്. അവിടുന്ന് അപ്പൊ തന്നെ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നിടയിലും ആ കുരങ്ങുകൾ വിടുവോ, അവിടെ വെച്ച് തന്നെ ഹോമോക്കോയെ അടിച്ചടിച്ചടിച്ച് കൊന്നുകളയാണ്. വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഒരു അനുഭവത്തിൽ നിന്ന് ഈ മനുഷ്യൻ കിട്ടിയിട്ടും പഠിച്ചില്ല, അവസാനം മരണം തന്നെ കിട്ടി. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഈ ഗൊറില്ലകള് ബാക്കിയുള്ളവരുടെ നേർക്ക് തിരിയാണ്. എല്ലാവരും കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് പരമാവധി ഗൊറില്ലകളെ പ്രതിരോധിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും എണ്ണത്തിൽ കൂടുതലാണ് ഗൊറില്ലകള്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാനുള്ള വഴി കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. അങ്ങനെ നോക്കുമ്പോ ഒരു പ്രകാശം വരുന്നത് കാണുകയാണ്. പുറത്തേക്ക് ഒരു ഹോൾ ഉണ്ടെങ്കിൽ അതിലൂടെയല്ലേ ആ ഒരു പ്രകാശം വരിക. അങ്ങനെ ഇവർ ഓടിച്ചെന്ന് നോക്കുമ്പോ ട്രാവിക്കോ എന്ന ആ ഒരു കമ്പനി എന്തിനാണോ ഇങ്ങോട്ടേക്ക് വന്നത്, ആ ഒരു ബ്ലൂ ഡയമണ്ട് അത് കണ്ടുപിടിക്കാനല്ലേ. അതിന്റെ ഒരു ശേഖരം അല്ലെങ്കിൽ ഒരു നിക്ഷേപം തന്നെ ആ ഒരു ഹോളിൽ ഉണ്ടായിരുന്നു. ഒരു കഷ്ണത്തിന് തന്നെ പവർഫുൾ ആയിട്ടുള്ള വലിയൊരു വെപ്പൺ ആക്കി മാറ്റാൻ കഴിയും. അപ്പൊ ഇത് മുഴുവൻ കിട്ടിക്കഴിഞ്ഞാലോ ഇതിന്റെ മൂല്യമൊന്നും ഒരിക്കലും നിർണ്ണയിക്കാൻ കഴിയില്ല, അത്രയും വാല്യാണ്. പക്ഷേ ഇത്രയും വാല്യുള്ള സാധനങ്ങൾ എടുക്കാൻ വന്ന കുറെ ആൾക്കാരുടെ ഡെഡ് ബോഡിയും അവിടെ കിടക്കുന്നുണ്ട്. മരിച്ചിട്ട് ഇത് വല്ലതും കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടാ. പക്ഷെ മുകളിലേക്കുള്ള ആ ഒരു ഹോളിലൂടെ ഇവർക്ക് മുകളിലേക്ക് പോവാൻ കഴിയില്ല. അത്രയും ഷാർപ്പായിട്ടുള്ള ബ്ലൂ ഡയമണ്ട്സ് ആണ് അവിടെ. എന്തായാലും ഇവര് നോക്കുമ്പോ അവിടെ അധികം ചീഞ്ഞളിയാത്ത ഒരു ശവശരീരം കാണുന്നുണ്ട്. അയാളുടെ മുഖത്തേക്ക് നോക്കിയപ്പോ ശരിക്കും ഡോക്ടർ കാരൻ റോസ് ഞെട്ടിപ്പോവാണ്. അത് മറ്റാരുമല്ല, ചാൾസ് ആയിരുന്നു. എന്നാൽ ഇവിടെ വെച്ച് ഒന്ന് സങ്കടപ്പെടാൻ പോലും സമയം കിട്ടുന്നില്ല, അത്രയും കൊല്ലകള് വന്നുകൊണ്ടിരിക്കുകയാണ്. കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് ഇവര് പരമാവധി പ്രതിരോധിക്കുകയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഇതേ നേരം തന്നെ ആ അഗ്നിപർവ്വതത്തിൽ വീണ്ടും ഒരു ബ്ലാസ്റ്റ് നടക്കുകയാണ്. എന്നാൽ എപ്പോഴും നടക്കുന്നത് പോലെ ഒരു ചെറിയ പൊട്ടിത്തെറി ആയിരുന്നില്ല, ഭീകരമായിരുന്നു. അതിന്റെ ആ ഒരു എഫക്റ്റ് ഇവരിവിടെ അറിഞ്ഞു. എന്തായാലും കുരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സമയത്ത് കാരൻ റോസിന് പെട്ടെന്നൊരു ഐഡിയ തോന്നുകയാണ്. മരിച്ചെടുക്കുന്ന ഹസ്ബൻഡ് അവന്റെ കയ്യിൽ ആ ഒരു ബ്ലൂ ഡയമണ്ട് ഉണ്ടായിരുന്നല്ലോ, അത് പെട്ടെന്ന് എടുക്കാണ് ഒരു കല്ലിലിട്ട് 2 കുത്തും കുത്തി. അവൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ഒരു ഗണ്ണുണ്ട്, ആ ഗണ്ണിലേക്ക് ഈ സാധനം ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന നമ്മുടെ ഫ്രെഡിയെ ഈ കുരങ്ങൾ വലിച്ച് താഴേക്കിടുകയാണ്. അവിടെ വെച്ച് അടിച്ചു കൊല്ലാൻ നോക്കുമ്പോൾ എങ്ങനെയൊക്കെയോ ഉള്ളിലേക്ക് വന്ന ആമി എല്ലാ കുരങ്ങളെയും അവിടുന്ന് അകറ്റി നിർത്തുകയാണ്. അതായത് ഇവനെ തൊട്ടാ ഞാൻ കൊല്ലു എന്ന ഭാവത്തിൽ അവൾ അവിടെ നിൽക്കുകയാണ്. എന്നാൽ അധിക നേരമൊന്നും ഗൊറില്ലകൾ അത് നോക്കി നിൽക്കാൻ പോകുന്നില്ല. ഇതേ നേരം തന്നെ കാരൻ റോസ് ആ ഒരു ഡയമണ്ട് വെച്ച് ഗണ്ണ് ആക്റ്റീവ് ആക്കി. എന്നിട്ട് ആ കുരങ്ങുകൾക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. വരുന്നത് നല്ല പവർഫുൾ ആയിട്ടുള്ള ലേസർ ബീമാണ്. ഇത് തട്ടുന്ന സമയത്ത് ആ തട്ടുന്ന ഭാഗം കുരങ്ങുകളുടെ ദേഹത്തു നിന്നും അറ്റു പോവുകയാണ് കേട്ടോ. അതിൽ ഈ കുരങ്ങുകളൊന്ന് പേടിച്ചുപോയി. എന്തായാലും ഇത് കാണിച്ച് ആ ഒരു കുരങ്ങുകളെ പേടിപ്പിച്ച് ഇവര് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. എന്നാൽ അതേ നേരം തന്നെ ഭൂകമ്പം സംഭവിച്ചില്ലേ, അതുകൊണ്ട് ഭൂമിയൊക്കെ വല്ലാത്ത രീതിയിൽ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താഴെയുള്ള കല്ലൊക്കെ മുകളിലേക്ക് കയറി വന്ന് ഈ ഗുഹ തന്നെ ഇല്ലാതാകാൻ പോവാണ്. അതോടൊപ്പം തന്നെ അഗ്നിപർവ്വതം പൊട്ടിയില്ലേ, അതിന്റെ ആ ഒരു ലാവ അതെല്ലാം ഇതിന്റെ ഉള്ളിലേക്ക് ഒലിച്ചു വരാൻ തുടങ്ങി. എന്തായാലും ആ ഒരു സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ മെൻട്രോക്കെല്ലി, അതുപോലെ തന്നെ കാരൻ റോസ്, ഫ്രെഡി ഇവരെല്ലാവരും ഒരു വിധത്തിൽ ആ ഒരു ഗുഹയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി വരികയാണ്. വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഭൂമിയൊക്കെ ഇളകി മറിയാണ്. അതിനിടയിലൂടെ ഈ ലാവ് ഒഴുകുന്നുണ്ട്. എങ്ങനെയൊക്കെയോ ജീവൻ പണയം വെച്ച് ഇവര് മുകളിലേക്ക് ചാടിയൊക്കെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ ഗുഹയുടെ ഉള്ളിലുണ്ടായിരുന്ന കുരങ്ങന്മാര് ഒരു പരിധി വരെ ആ ലാവയിലേക്ക് വീണ് വെന്തെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഡോക്ടർ കാരൻ റോസും അതുപോലെ മെൻട്രോ കെല്ലിയും ഓടുന്നുണ്ട് കേട്ടോ. എന്നാൽ അവരുടെ
അവളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ ഫ്രെഡിക്കോ അല്ലെങ്കിൽ എമിക്കോ പറ്റുന്നില്ല. അവർക്കിടയിലായിട്ട് വലിയൊരു വിള്ളലുണ്ടായി അതിലൂടെ ലാവ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യുന്ന അറിയാതെ നിൽക്കുന്ന സമയത്ത് ഫ്രെഡി പറയാണ്, നിങ്ങൾ എന്തായാലും മുന്നിട്ട് ഓടിക്കോ, നമ്മൾ മറ്റൊരു വഴിയിലൂടെ വന്നോളാന്ന് പറയാണ്. സോ പെട്ടെന്ന് തന്നെ റോസും നമ്മുടെ കെല്ലിയും കൂടെ ഓടി രക്ഷപ്പെടുകയാണ് മറ്റൊരു വഴിയിലൂടെ. ഇപ്പൊ ഫ്രെഡിയും അതുപോലെ തന്നെ എമിയും വരുന്നുണ്ട്. എന്തായാലും രക്ഷപ്പെട്ട് കുറച്ച് അപ്പുറത്തേക്ക് എത്തിയ പാട് തന്നെ ഡോക്ടർ ക്യാരൻ റോസ് അവളുടെ ആ ഒരു ഡിവൈസ് ഉപയോഗിച്ച് സാറ്റലൈറ്റുമായിട്ട് കണക്ട് ചെയ്ത് അവരുടെ കമ്പനിയെ കോണ്ടാക്ട് ചെയ്യാണ്, അതായത് വീഡിയോ കോൾ ചെയ്യാണ്. അപ്പൊ തന്നെ കോള് അറ്റൻഡ് ആവുന്നുണ്ട്. അവരുടെ കമ്പനിയുടെ മുതലാളിയായിട്ടുള്ള ട്രാവിസ് ചോദിക്കുന്നത് എന്തായി പോയ കാര്യങ്ങള്, ആ ഒരു ബ്ലൂ ഡയമണ്ട് കിട്ടിയോന്നാണ്. ഒരു സങ്കടത്തോടു കൂടിയിട്ട് ക്യാരൻ റോസ് ബ്ലൂ ഡയമണ്ട് കിട്ടി, പക്ഷേ നമ്മുടെ ടീം അവരെല്ലാവരും മരിച്ചുപോയി എന്ന് പറയാണ്. എന്നാൽ ഇത് കേട്ടപ്പോ യാതൊരു സങ്കടമോ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ ഈ ട്രാവിസ് ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. എന്തായാലും അവരൊക്കെ പോയാലും നമുക്ക് ഡയമണ്ട് കിട്ടിയല്ലോ, അത് മതി എന്ന് പറയണം. ഈ പറഞ്ഞത് ചെറ്റത്തരം. അത് നമ്മുടെ ഡോക്ടർ ക്യാരൻ റോസിന് തീരെ അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. ഓഹോ അങ്ങനെയാണല്ലേ, നിങ്ങൾക്ക് ഈ ഡയമണ്ട് മാത്രം മതിയല്ലേ, കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു കമ്പ്യൂട്ടർ അടിച്ച് പൊളിച്ച് കളയാണ്. മാത്രമല്ല അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഡിവൈസ് ഉണ്ടല്ലോ, അതിലേക്ക് ഈ ഒരു ബ്ലൂ ഡയമണ്ട് ലോഡ് ചെയ്ത് സ്പേസിലൂടെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ കമ്പനിയുടെ ആ ഒരു സാറ്റലൈറ്റ് ഉണ്ടല്ലോ, അതിനെ എയിം ചെയ്ത് ഈ മെഷീനെ ഓണാക്കുകയാണ്. ആ കല്ലിന്റെ പവർ കാരണം വരുന്ന ബീം കാരണം ആ സാറ്റലൈറ്റ് തന്നെ തകർന്ന് തരിപ്പണായി പോവാണ്. അതായത് ട്രാവിക്കോ എന്ന് പറയുന്ന കമ്പനിയുടെ അടിസ്ഥാനം തന്നെ ആ ഒരു സാറ്റലൈറ്റ് ആയിരുന്നു. അതാണ് ഇപ്പൊ നമ്മുടെ ഡോക്ടർ ക്യാരൻ റോസ് തകർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രെഡി എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന ആ നഗരത്തിൽ നിന്ന് പുറത്തേക്ക് കിടന്നു കേട്ടോ. പക്ഷെ അവൻ നോക്കുമ്പോൾ നമ്മുടെ എമിയെ കാണാനില്ല. പിന്നീട് നോക്കുമ്പോൾ ഒരു മൈതാനത്തിൽ അവൾ അങ്ങനെ ഇരിക്കുകയാണ്, കൈകൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അവൾക്ക് ചില സുഹൃത്തുക്കളെ കിട്ടി എന്നാ പറയുന്നത്. നോക്കുമ്പോൾ അവളുടെ അതേ വംശത്തിൽ തന്നെയുള്ള വേറെയും കുറച്ചധികം ഗൊറില്ലകൾ വന്നിരിക്കുകയാണ്. അവളിപ്പോ ആ കൂട്ടത്തിന്റെ കൂടെ ചേരാൻ പോവാണ്. അപ്പൊ ഒരു സങ്കടത്തോട് കൂടിയിട്ട് ഫ്രെഡി അവസാനമായിട്ട് എമിയോട് യാത്ര പറയാണ്. എമിയും ഫ്രെഡിയോട് യാത്ര പറയുന്നുണ്ട്. ഒരു ഇച്ചിരി വിഷമം രണ്ടുപേർക്കുണ്ട് കേട്ടോ. പിന്നീട് എമി അവളുടെ കൂട്ടക്കാരുടെ അടുത്തേക്ക് പോവാണ്. ഇതേ നേരം തന്നെ ഡോക്ടർ ക്യാരൻ റോസും ഫ്രെഡിയും കൂടെ ഇവർക്ക് രക്ഷപ്പെടാനുള്ള ആ ഒരു ഹൈഡ്രജൻ ബലൂണ് റെഡിയാക്കുകയാണ്. അതിന്റെ ആ ഒരു കിറ്റ് ഓൾറെഡി ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അവസാനം ബാക്കിയായവര് അതിൽ കയറി രക്ഷപ്പെട്ടു പോവാണ്. അപ്പൊ ക്യാരൻ റോസ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഡയമണ്ടിന്റെ പീസ് ഫ്രെഡിക്ക് കൊടുത്ത് നമ്മൾ ഇതെന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ഫ്രെഡി അതെടുത്ത് ഒരേറ്റ ഏറിയാണ്. ഇതാണ് ഇതിനെല്ലാത്തിനും കാരണം, അത് നമുക്ക് വേണ്ടാന്ന് പറയണം. എന്തായാലും ജീവനോട് ബാക്കിയായവര് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. അവസാനം ആ ഒരു പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതത്തെ കൂടെ കാണിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അപ്പോ ഈ സിനിമയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ